ഹലോ ഗൈസ്, അപ്പോൾ വീക്കെൻഡ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ തോന്നിയിരിക്കുന്ന ഒരു ചെറിയൊരു വലിയ കാര്യമായിട്ടാണ്. അതായത് നമുക്ക് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പ്രോഡക്റ്റായിട്ടാണ്. അപ്പോൾ നിങ്ങളെ എല്ലാ സംഭവം അത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പാക്കേജ് ഇങ്ങനെ തന്നെയാണ് കിട്ടി. ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ചെറിയൊരു ബോക്സാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് രണ്ട് കളർ വേരിയൻറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഒന്ന് ബ്ലൂവും ഒന്ന് പിങ്കും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിങ്ക് കളറാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ മാനുവൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാനുവലിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ USB കേബിൾ കുത്താം, അതുപോലെ തന്നെ സ്പീക്കറുണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, SD കാർഡ് സ്ലോട്ടുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യാമറ ബോക്സ് ഒന്ന് ഇതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയൊരു കയ്യിൽ നിന്നൊക്കെ വീണ് പോകാതിരിക്കാനുള്ള ടൈപ്പ് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സേഫ്റ്റിക്കൊക്കെ ഇതൊക്കെ നമുക്ക് കഴുത്തിലൊക്കെ പിള്ളേർക്കൊക്കെ തൂക്കിയിടാൻ പറ്റുന്നൊരു നല്ലൊരു സേഫ്റ്റി സംഭവമാണ്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഇതാണത്. പിന്നെ നമുക്കൊരു ചാർജറിൻ്റെ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മൊബൈലിലൊക്കെ ചാർജ് ചെയ്യുന്ന പഴയ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഈ ഒരു മോഡലിലാണ്. നല്ല രസമുണ്ട്, പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു. നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഇതിൻ്റെ ഇനിയുണ്ടെന്ന്. ഇതാ പവർ സ്വിച്ച്. ഓ, അപ്പോൾ നമുക്ക് ഇതിൽ ഇത് സൈഡിലോട്ടുള്ള ആരോയാണ്. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ സൈഡിലോട്ട് ഇങ്ങനെ പോകും. സെറ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ഗെയിംസ് വേണേൽ കളിക്കാം, വീഡിയോസ് എടുക്കാം, ഫോട്ടോ എടുക്കാം. ജസ്റ്റ് ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. കൊള്ളാം, നല്ലൊരു ചെറിയ ക്യാമറയാണ്. ഇപ്പോൾ 2% ചാർജ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് നോക്കിയത് ഇതാണ് അതിൻ്റെ ലെൻസ് വരുന്നത്. നല്ലതാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ലൊരു ഹാൻഡി ആയിട്ടുള്ളൊരു നല്ലൊരു ഇതാണ്. ഞാൻ ഇതിനകത്ത് എടുത്ത് കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ട് പിന്നെ നമുക്ക് വീഡിയോയുടെ ഓപ്ഷനോടെ ഒന്ന് നോക്കാം. മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഇപ്പോൾ എടുക്കാൻ സാധിക്കില്ല. നമുക്ക് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ്. ഇത് ചാർജ് ചെയ്യുന്നതിൻ്റെ സ്ലോട്ടാണ്. ചാർജർ ഇതിനകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് മെമ്മറി കാർഡിൻ്റെ ചെറിയൊരു സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തെടുത്ത ഫോട്ടോസും വീഡിയോസും ഒന്ന് കാണാം. അപ്പോൾ അങ്ങനെ ബോക്സ് തുറന്നു കഴിയുമ്പം ഇതുപോലെ ഒരു ചെറിയൊരു ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. വെച്ചാൽ ഇത് ചെറുതാണെന്ന് പറയാനും പറ്റത്തില്ലല്ലോ. ഇത് നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു നല്ല ചെറിയൊരു ക്യാമറയാണ്. പിള്ളേരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് വീഡിയോസ് എടുക്കാം, അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റും, പിന്നെ അതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ഗെയിംസ്, ഒരു ഗെയിംസ് ഉണ്ട്. നമ്മുടെ സ്നേക്ക് നമ്മൾ പണ്ട് നോക്കിയുടെ ഒക്കെ പഴയ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന പോലത്തെ ഒരു ഗെയിമുണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര ഒരു എൻ്റർടൈനർ ആയിരിക്കും ഈ സാധനം. ക്യാമറ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ആ ഗെയിം ഇതിങ്ങനെ ഓടും. നമ്മുടെ പഴയ ഗെയിമില്ലേ, അതായത് ഇപ്പോൾ താട്ട് പോവും, ലെഫ്റ്റോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റോട്ട് പോവും, റൈറ്റോട്ട് പോകണമെങ്കിൽ റൈറ്റോട്ട് പോകും. ഇത് ഓരോ ബട്ടണുകളുണ്ട് ഇവിടെ. അപ്പോൾ ബട്ടണിലൊക്കെ പ്രസ് ചെയ്താൽ മതി. ഇതായി ക്ലാഷായി. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്.
അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള പഴയ ഇതുപോലത്തെ സാംസങ്ങിൻ്റെ ഒക്കെ പഴയ ചാർജറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പോർട്ടിൽ ആ കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫേസിലാണ് വരുന്നത്. നമുക്ക് ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു എൽ ഇ ഡി ബൾബ് കൂടെ ഇവിടെ തെളിഞ്ഞിരിക്കും ഇൻഡിക്കേറ്ററിലൂടെ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഇതായിട്ട് ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഓണായി കഴിയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ നമുക്കിത് അപ്പോൾ എനിക്ക് എല്ലാവരും പറയാനുള്ള വേറെ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനത്തിന് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു സാധനമാണ് ഇൻസ്ട്രക്ഷൻ മാനുവൽ. പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഒരു പണി പറ്റിയതാണ്. കാരണം ഞാൻ ഇതിൻ്റെ ക്യാമറ എടുത്തിട്ട് നമ്മുടെ മൊബൈലിൻ്റെ മെമ്മറി കാർഡ് ഊരിയിട്ട് 128 GB മെമ്മറി കാർഡ് ഊരിയിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് നോക്കും. പക്ഷേ ഇതിൽ അത് വർക്കാകത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, വേറെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് വായിച്ചു നോക്കി. നന്നായിട്ട് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് അപ് ടു 32 GB വരെയാണ് ഇതിൻ്റെ അകത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയൊരു 8 GB ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് നോക്കി. പിന്നെ ഇതുപോലെ ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ക്യാമറ എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഓരോരോ ബട്ടണുകളെക്കുറിച്ചും, പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയുടെ ഇതുകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ ചാർജ് ചെയ്യാം, PC കുത്തി ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ കാറിൽ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്ലോട്ടിലാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, ചാർജ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. പിന്നെ ഇത് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ്. മെമ്മറി കാർഡ് ഇതിനകത്തൂടെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ടാബിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനും പർപ്പസിനെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം നിങ്ങളിപ്പോൾ കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഫോട്ടോസ് നമ്മൾ ഒരുപാട് ക്വാളിറ്റി ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം നമുക്ക് ഇത് ടോയ് ക്യാമറയാണ്, അത് പിള്ളേർക്ക് ഉള്ള ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ക്വാളിറ്റിയോ അതുപോലെ ഒരുപാട് ക്യാമറ ക്വാളിറ്റിയോ നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ നമുക്ക് എന്നിരുന്നാലും ഇതിനകത്ത് ഒരുപാട് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സംഭവവും ഇതിനകത്ത് നടക്കും. അപ്പോൾ ഒരു കുട്ടികൾക്ക് പറ്റുന്ന എല്ലാ സംഭവവും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അതിൻ്റെ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന്, അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കാം. എപ്പോഴും അത് ഭയങ്കര നല്ല സേഫ്റ്റിയാണ്. ഇപ്പോൾ കുട്ടികളിലാണ് ഇത് എപ്പോഴും മിക്കവാറും ഇരിക്കാറുള്ളത്. അപ്പോൾ നമ്മളിത് അവരുടെ കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് താഴെ പോകാതിരിക്കാൻ, ഈ ലെൻസിനും കാര്യങ്ങളൊക്കെ ഒന്നും പോറൽ സംഭവിക്കാതിരിക്കാനും വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പോഴും ഈ ഒരു വള്ളി എപ്പോഴും ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വെക്കാനായിട്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മുടെ ഈ കുഞ്ഞൻ ക്യാമറയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോസ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണോ, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഈ ക്യാമറയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാനിടാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു, ബൈ.